നികുതി പിരിവിന് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ മാതൃകയാക്കാൻ ഒരുങ്ങി തോമസ് ഐസക്. അരവിന്ദ് കെജ്രിവാളുമായി ദില്ലിയിൽ ഐസക് കൂടിക്കാഴ്ച നടത്തി. മൂന്നാം മുറ ഒഴിവാക്കി വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നികുതി പിരിവ് വർദ്ധിപ്പിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഐസക് പറഞ്ഞു. റവന്യൂ വരുമാനം 20% ലക്ഷ്യമെന്നും തോമസ് ഐസക് പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം റവന്യൂ വരുമാന വർധനവ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ദില്ലിയാണ്. 24%. അഭിമാനാർഹമായ ഈ നേട്ടം അരവിന്ദ് കെജ്രിവാൾ സർക്കാർ കരസ്ഥമാക്കിയതാകട്ടെ ഒരു കാലത്ത് തോമസ് ഐസക്കിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ലക്കി വാറ്റ് പദ്ധതി പുനരാവിഷ്കരിച്ചും. നടപ്പിലാക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ലക്കി വാറ്റ് കേരളത്തിൽ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബിൽ വാങ്ങാൻ ഉപഭോക്താവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഡൽഹിയിൽ വിജയകരമായിരുന്നു. ഇ ഗവേണൻസിലൂടെ നിലവിലെ സംവിധാനം കൂടുതൽ വിജയകരമാക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. കെജ്രിവാൾ സർക്കാരിന്റെ ഈ പരീക്ഷണം നികുതി പിരിവിലെ വിപ്ലവകരമായ നീക്കമെന്നാണ് ഐസക്കിന്റെ അഭിപ്രായം. പക്ഷെ ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരിഷ്കാരം. ബില്ല് കൊടുക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ വഴി അതിന്റെ ആ ബില്ലിന്റെ ഒരു ഫോം കൂടി അപ്ലോഡ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ റിയൽ ടൈമിൽ ബില്ല് എഴുതുമ്പോൾ തന്നെ സർക്കാരിലേക്ക് എന്താണ് ബില്ല് തുക തുടങ്ങിയ കാര്യങ്ങൾ ചെല്ലും. മൂന്നാം മുറ ഒഴിവാക്കി കേരളത്തിലെ നികുതി വരുമാനം 20% എന്നതാണ് ലക്ഷ്യമെന്ന് ഐസക് പറഞ്ഞു. കഴിഞ്ഞ തവണ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഐസക് നികുതി പിരിവ് 18% UDF സർക്കാരിന്റെ കാലത്ത് ഇത് 11% കുറഞ്ഞിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.